ചരിത്രം മുതലേ പറയുന്നത് സ്ത്രീ അബലയായതുകൊണ്ട്, പക്ഷെ സ്ത്രീ അബലയാണോ ഇപ്പോ ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് നിൽക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ അതെ, ആണിനെയും പെണ്ണിനെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെ നമ്മുടെ ലോ എഴുതപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് സ്ത്രീ അവളുടെ ചാരിത്രത്തെ പറ്റി കള്ളം പറയില്ല. ഈ ഒരു ചരിത്രത്തിൽ ഇതിൽ ഫ്രെയിം ചെയ്തിട്ടാണ് നമ്മുടെ ലോയും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഉണ്ടായേക്കുന്നത്. അതായത് സ്ത്രീ ചാരിത്രത്തെ പറ്റി കള്ളം പറയില്ല എന്നൊരു കോൺസെപ്റ്റ്. പക്ഷെ അതൊക്കെ ഒരുപാട് മാറി. ഇപ്പൊ വന്നിരിക്കുന്ന നമുക്കറിയാലോ, ഇപ്പൊ സ്ത്രീകളെ ഇപ്പൊ സുപ്രീം കോടതി തന്നെ റീസെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു, അങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്നുള്ളത് നിലനിൽക്കില്ല. അതെങ്ങനെ നിലനിൽക്കും? ഒരു വിവാഹം കഴിച്ച വ്യക്തി പിന്നെയും അല്ലെ, ഇപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങനെയല്ലേ, ഒരു വിവാഹം കഴിഞ്ഞ വ്യക്തികളെ തന്നെയാണ് അവരുടെ കൺസ്വൻസലായിട്ട് പോയിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ആ പുരുഷനെ. പക്ഷെ എന്നിരുന്നാലും ഇന്നലെ ഒരു സുപ്രീം കോടതി പറയുണ്ടായി, വിവാഹത്തിന് മുന്നേ ശാരീരിക ബന്ധത്തിൽ ആണും പെണ്ണും ഒന്നും ഏർപ്പെടണ്ട. അതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം. നമ്മൾ വീണ്ടും പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. റൈറ്റുകളാണ്. ചില റൈറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കോടതികൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ റൈറ്റ് നമ്മൾ നോക്കേണ്ട എന്താണ്, എല്ലാ കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയിൽ നിൽക്കണം. രണ്ട് മൊറാലിറ്റി ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഉണ്ട്, സോഷ്യൽ മൊറാലിറ്റി ഉണ്ട്. ഞാൻ സോഷ്യൽ മൊറാലിറ്റി എന്താണ് സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ഇന്റർ കാസ്റ്റ് മാരേജ്, ഞാനൊരു ഹിന്ദു ആണ്, താങ്കൾ ഒരു ക്രിസ്ത്യൻ ആണ്. അപ്പൊ സമൂഹം പറയുന്നത് എന്താണ്? സോഷ്യൽ മൊറാലിറ്റി എന്താണ്? തെറ്റാണ് അല്ലെ? ഇന്റർ കാസ്റ്റ് മാരേജ് ചെയ്യാൻ പാടില്ല. അത് അങ്ങനെയല്ല. ഹിന്ദുവിനെ തന്നെ മാരേജ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റേ ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യനെ മാരേജ് ചെയ്യണമെന്നാണ് സോഷ്യൽ മൊറാലിറ്റി. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയണേ? ഈക്വാലിറ്റി, ഡിഗ്നിറ്റി, ലിബർട്ടി, ഇതൊക്കെയാണ് സോഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി. അപ്പൊ ജനങ്ങൾ എന്ന് ഈ സോഷ്യൽ മൊറാലിറ്റിയിൽ നിന്ന് കൺവേർട്ട് ടു കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്ന് വരണോ അന്ന് നമ്മുടെ ലോകം നന്നാവും. പക്ഷെ ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി സ്പ്രെഡ് ചെയ്യാനാണ് എന്നെ പോലുള്ള ആളുകൾ ശ്രമിക്കുന്നത്. ഞാനിതൊരു ആക്സിഡന്റലായിട്ട് പഠിച്ചോട്ടോ ഈ വിഷയത്തെക്കുറിച്ച്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ബുക്ക് എഴുതാൻ ശ്രമിക്കുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി വേഴ്സസ് സോഷ്യൽ മൊറാലിറ്റി. അത് വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഇന്റർ കാസ്റ്റ് മാരേജ് പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒക്കെ ഉള്ള ചിന്ത സോഷ്യൽ മൊറാലിറ്റിയിൽ എന്താണ്? ഒരു ആണും പെണ്ണുമാണ് കല്യാണം കഴിക്കേണ്ടത് അല്ലെ? അതാണ് പ്രസിഡന്റ് എന്ന് പറയണേ, അതേ പറ്റുള്ളൂ, അതാണ് ശരി എന്നല്ല പറയണേ. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഗേ കപ്പിൾ ഉണ്ട്? സെക്ഷൻ 377 അല്ല, അങ്ങനെയല്ല, സെക്ഷനായിട്ട് കൂടി പറയുന്നല്ല. ഇപ്പൊ ഞാൻ പറയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോ റീസെന്റ് ആയിട്ടൊരു വ്യക്തി എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ മനസ്സിനെ ഒരു കുളിർപ്പിച്ച ഒരു കാര്യമാണ് ഈ ബിഗ് ബോസിൽ പങ്കെടുത്ത ആദില നൂറ. എല്ലാ ആളുകളും സോഷ്യൽ മൊറാലിറ്റി ഉണ്ടാ, സോഷ്യൽ മൊറാലിറ്റി പൊക്കി പിടിക്കുന്ന എല്ലാ ആളുകളും ഇവരെ വീട്ടിൽ കയറ്റിയാൽ പ്രശ്നം, അവര് അങ്ങനെ വളരരുത്. എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ പറയണേ? അവരെ രണ്ടുപേരെയും കൂടി കല്യാണം കഴിച്ചോളാന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരുണ്ട്. അതൊക്കെ അവരുടെ എന്താ പ്രിവേഷൻ എന്ന് പറയാനുള്ളൂ. ഞാൻ പറയുന്നത് ആ കുട്ടികൾ കറക്റ്റാണ്. അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആണും പെണ്ണും ആണ് കല്യാണം കഴിക്കുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? നിയമത്തിൽ ആർട്ടിക്കിളിലുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്? ദേ ക്യാൻ ഈക്വാലിറ്റി ഫോർ എവറിത്തിങ്, ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാം. 21 ലിബർട്ടി, പേഴ്സണൽ ലിബർട്ടി, നമ്മുടെ സ്വാതന്ത്ര്യം, പേഴ്സണൽ സ്വാതന്ത്ര്യത്തോട് ജീവിക്കാം, ഒരു ഡിഗ്നിറ്റിയോട് ജീവിക്കാം, ഇക്വാലിറ്റിയോട് ജീവിക്കാം, നല്ല സ്വതന്ത്രമായിട്ട് ജീവിക്കാം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട്